ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2 ദിവസമായല്ലോ അല്ലേ, വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. 2 ദിവസമായിട്ട് വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നും ഉണ്ടായിട്ടല്ല, എന്തോ വീഡിയോ ഒന്നും ഇടാനൊരു ഒരു 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 എന്തോ ഒരു എന്താ പറയുക, നമുക്കൊരു മടിയൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു മടി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല, അപ്പോൾ ഒന്ന് എല്ലാവരെയും നേരിട്ട് കണ്ട് വർത്താനം പറയാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ അമ്മനെ ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഇനി അമ്മയ്ക്ക് സർജറി കഴിഞ്ഞ കൊടുത്തും റേഡിയേഷൻ ചെയ്ത് കൊടുത്തൊക്കെ ഭയങ്കര വേദന കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടി ഇന്നലെ രാവിലെ തന്നെ പോയി ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ ഡോക്ടർ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. രണ്ട് ദിവസം മുന്നേ തലേന്നേ ബുക്ക് ചെയ്ത്, എന്നാലും ഡോക്ടറെ സമയം കിട്ടുള്ളൂ. അപ്പോൾ അതിന് പോയി. അപ്പോൾ റേഡിയേഷൻ ഓങ്കോളജിയിലാണ് ഇന്നലെ പോയത്. അപ്പോൾ കാണിച്ച്, അപ്പോൾ ഡോക്ടർ പറയുന്നത് സർജറി കഴിഞ്ഞിടത്ത് അങ്ങനെ വേദന ഉണ്ടാകും, അപ്പം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 4-5 വർഷത്തിന് അങ്ങനെ തന്നെയാണെന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ടോ. അപ്പം അമ്മയ്ക്ക് ആകെ ബേജാറായിട്ടാണ് പോകാമെന്ന് വിചാരിച്ചത്. അമ്മ കുറേ ദിവസം ഇങ്ങനെ പറയുന്നത് നല്ല വേദന ഉണ്ട് എന്ന്. അപ്പോൾ ഞാനും ചേട്ടനും ഇങ്ങനെ പറഞ്ഞേ, എന്തായാലും സാർ കീമോ ചെയ്ത ഡോക്ടറെ കാണിക്കാണ്ട് ഈ മാസം തന്നെ, ഫെബ്രുവരിയിൽ തന്നെ, ഈ മാസം ഫെബ്രുവരി 22-ന് കാണിക്കാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ആ ഡോക്ടറെ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ അമ്മേ, അപ്പം ഡോക്ടറോട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു അല്ല, ഈ ആളല്ലേ ലാസ്റ്റ് റേഡിയേഷനൊക്കെ ചെയ്തത്, അപ്പോൾ ഈ ഡോക്ടറുടെ അടുത്ത് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇന്നലെ പോയതാണ്. പക്ഷേ പോയപ്പം ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി. അപ്പോൾ ഇത് റേഡിയേഷൻ ചെയ്ത ആ ഒരു ഭാഗമൊക്കെ കുറച്ചിങ്ങനെ ഡാർക്ക് കളറായിട്ടല്ലേ വരിക. അപ്പോൾ അതൊക്കെ കണ്ടപ്പം അമ്മയ്ക്ക് ഭയങ്കര പേടിയിട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിച്ച കാര്യങ്ങളല്ലേ, അപ്പോൾ ഇതിനെപ്പറ്റിയും വലിയ മുൻപരിചയ കാര്യങ്ങളൊന്നും അല്ലല്ലോ, അങ്ങനെ ഒരു വരുന്ന അസുഖമല്ലല്ലോ നമുക്ക്. ഇതൊരു പനിയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് മുൻപരിചയം ഉണ്ടാവും, പനി വന്നാൽ അങ്ങനെ ചെയ്യണം, പനി വന്നാൽ ഇങ്ങനെ ചെയ്യണോ, അതങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ഇത് വെച്ചാൽ അമ്മയ്ക്ക് ഒരു ബ്രസ്റ്റ് ആയിട്ട് റിമൂവ് ചെയ്തതല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരുപാട് വേദനകളും അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. എന്നാലും സർജറി കഴിഞ്ഞപ്പോൾ ഒരുപാട് സമാധാനമായിട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വേറെ എവിടെയും ഒന്നും കാണണമൊന്നുമില്ല, സമാധാനത്തിൽ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മനെ അന്ന് ഡോക്ടർ ഡിസ്ചാർജ് ആയപ്പോഴൊക്കെ പറഞ്ഞു വിട്ടതൊക്കെ. പിന്നെ ഞങ്ങൾ 2 വട്ടപ്പോൾ ഡോക്ടറെ കാണിക്കാനും പോയിട്ടോ അവിടെ. പിന്നെ ഈ ഡോക്ടറെ കാണിക്കാനൊക്കെ പോയത് തന്നെയാണ്, 2-3 വട്ടമായി ഇപ്പം ഓപ്പറേഷൻ കഴിഞ്ഞേരും പോണത്. പക്ഷേ എന്താ വിചാരിക്കണേ, അമ്മയ്ക്ക് സമാധാനക്കേട്, ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നേ വന്ന് പെട്ടുപോയപ്പോഴുള്ള പേടിയാണ് കേട്ടോ, മനസ്സിൽ നിന്ന് പോവാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ പോയി ഡോക്ടർ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി. അപ്പോൾ ഇനി ഡോക്ടർ പറയുന്നത് ഈ കൊല്ലം തന്നെ ജൂണിൽ 2024 ജൂണിൽ മാമോഗ്രാം ഒന്നും കൂടി ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ചെയ്താൽ എന്താ ഏതാന്നൊക്കെ മനസ്സിലാവുന്ന ഡോക്ടർ പറയുന്നത്. അപ്പോൾ അതുവരെ അമ്മയ്ക്ക് കുറച്ച് ഗുളികകളും കൂടി ഇന്നലെ കൂട്ടി എഴുതി കൊടുക്കണം കേട്ടോ. ഇതുവരെ സ്ഥിരമായിട്ട് കഴിക്കാനുള്ള ഒരു 3 ഗുളികയുണ്ട്, അപ്പോൾ അത് കഴിക്കലുണ്ട്. പിന്നെ ഇന്നലെ ഒരു 3 എണ്ണം കൂടി എഴുതിന്, അപ്പോൾ അതും വാങ്ങി. അപ്പോൾ അങ്ങനെ മരുന്നുമ്മൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകാം കേട്ടോ. എന്നാലും കുഴപ്പമില്ല, പിന്നെ വേദനകളൊന്നും ഇല്ല, ഞാൻ തന്നെ സമാധാനം ആവുള്ളൂ. അപ്പം നമുക്ക് ഡോക്ടർ പുറമേ നിന്ന് ഒരാൾ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്ന പോലെ ഇല്ലല്ലോ അല്ലേ, ഡോക്ടർ പറഞ്ഞ് സമാധാനപ്പെടുത്തുമ്പോൾ അത് ഭയങ്കര ഒരു ആശ്വാസമല്ലേ. അപ്പം അമ്മ അങ്ങനെ ഒരു ആശ്വാസത്തിലായി ഇന്നലെ. പിന്നെ ഞാൻ ആശുപത്രിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊന്നും എടുക്കായി കേട്ടോ, കാരണം അവിടെ ഇങ്ങനെയുള്ള പല സൈസ് രോഗങ്ങളുള്ള ആൾക്കാരാണ്, പല വിധത്തിലാണ് ഈ ഒരു രോഗം ഉള്ളത് അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മയ്ക്ക് അല്ല കേട്ടോ, സോറി, അവിടെ ഉള്ള ആൾക്കാർക്ക്. അപ്പോൾ അമ്മയ്ക്ക് അതൊക്കെ കാണുമ്പോൾ തന്നെ ടെൻഷനാട്ടോ. അവിടെ എത്തിയാൽ അവിടെ ഫുള്ളിങ്ങനെ കാണില്ലേ, ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങളിലായിട്ടല്ലേ ഇതുള്ളത്. അപ്പം അതങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും, എത്ര പെട്ടെന്ന് ആ മാസങ്ങളും ആഴ്ചകളൊക്കെ പോയതില്ലേ, ഇങ്ങനെ കയറി എത്ര പ്രാവശ്യം വന്നിട്ട് ഒരു ദിവസം, ഒരു ആഴ്ചയിൽ എല്ലാ ദിവസവും അവിടെ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാനും കീമോ ചെയ്യാനൊക്കെ പോയിന്. പിന്നെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ 16 ദിവസം അടുപ്പിച്ചുള്ള ദിവസങ്ങളിലാണ് റേഡിയേഷൻ ചെയ്തതും. അപ്പോൾ ആ കഴിഞ്ഞൊക്കെ സമയം ഞാൻ പറയാം പെട്ടെന്ന് കഴിഞ്ഞ് പോയ പോലെ തോന്നിയിട്ടോ. കഴിഞ്ഞ 2023 മാർച്ചിലാണ് അമ്മയ്ക്ക് ബ്രസ്റ്റിന് ക്യാൻസറാണെന്ന് അറിഞ്ഞതും ഞങ്ങൾ ഡോക്ടറെ കാണിച്ചതും പെട്ടെന്ന് തന്നെ ചികിത്സകൾ ആരംഭിച്ചതും ഒക്കെ. അപ്പോൾ ഞാൻ തുറന്ന് പറയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഈ കൊല്ലം ഈ മാർച്ച് വരുമ്പോഴേക്കും അമ്മയ്ക്ക് അസുഖം വന്നിട്ടൊരു വർഷമാവാനായി. എന്നാലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടൊക്കെ തന്നെ കേട്ടോ പെട്ടെന്ന് അത് ഞങ്ങൾ കണ്ടെത്തിയതും അമ്മയ്ക്ക് ഡോക്ടർ വേഗം ഓരോ ടെസ്റ്റുകൾ പറഞ്ഞതും അത് കഴിക്കലും പിന്നെ അമ്മൻ്റെ സർജറി ആഗസ്റ്റിൽ കഴിയലും ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞ് 6 കീമോ കഴിഞ്ഞ് പിന്നെയാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്, പിന്നെ 16 റേഡിയേഷൻ, അങ്ങനെ അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേ ഫോളോ അപ്പ് ഉണ്ട്, ഡോക്ടറെ ഫോളോ അപ്പും പിന്നെ 3 ഡോക്ടർമാരുണ്ട് ഫോളോ അപ്പ്
സർജറി കഴിഞ്ഞ ഡോക്ടറുണ്ട്, കീമോ ചെയ്ത ഡോക്ടറുണ്ട്, റേഡിയേഷൻ കഴിഞ്ഞ ഡോക്ടറുണ്ട്. അങ്ങനെ ഓരോ മാസം 3 മാസം കൂടുമ്പോഴാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ ഫെബ്രുവരി 28 ലാസ്റ്റ് 28-ാം തീയതി തന്നെ കലണ്ടറിലേക്ക് ഞാൻ നോക്കുന്നത്. 28-ാം തീയതി അമ്മയ്ക്ക് എന്താ പറയുക, ഹാർട്ടിന് അവിടെ ലേശം ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിൽ ഇത് എന്താ പറയുക, രക്തക്കുഴലിന് ലേശം ഒരു ചുരുക്കമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് കേട്ടോ. ശ്വാസത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇത് തുടങ്ങിയിട്ട് കുറേ വർഷമായി, ഒരു 3-4 വർഷമൊക്കെ ആയി അമ്മയ്ക്ക് ഈ ശ്വാസത്തിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. പക്ഷേ അമ്മ ഞങ്ങൾ പറഞ്ഞു തൊണ്ടയ്ക്ക് എന്തോ ആണ് പ്രോബ്ലം എന്ന് ഇങ്ങനെ വിചാരിച്ച് നിന്നതാട്ടോ. ഇവിടെ എങ്ങനെയാണ് അമ്മയ്ക്ക് അസ്വസ്ഥത ഉള്ളത്. അമ്മ പറയും എന്തോ ഇറങ്ങാത്ത പോലെ ഉണ്ട്, എന്തോ ഇവിടെ തങ്ങി നിൽക്കുന്നുണ്ട്, ഇറങ്ങില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ കാണിച്ച് എൻഡോസ്കോപ്പി ചെയ്ത് അങ്ങനെ ഒരുപാട് ഡോക്ടറെ കാണിച്ചിട്ടോ. അവിടെ കാണിച്ചാൽ മാറും, ഇവിടെ കാണിച്ചാൽ മാറും എന്ന് ഓരോരുത്തരും പറഞ്ഞപ്പോൾ ഞങ്ങൾ അതൊക്കെ കാണിച്ച്. പക്ഷെ അതൊന്നും ആർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എല്ലാവരും എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുക, പിന്നെ ഗ്യാസ് നിറയാന്ന് പറയുക, ഗ്യാസിൻ്റെ ഗുളിക തരിക, അങ്ങനെയൊക്കെ അമ്മയും കുടിക്കും, ഞങ്ങളും ആശ്വസിപ്പിക്കും. ഇനിയിപ്പോൾ എന്താ അറിയില്ല അമ്മ, ഡോക്ടർമാരും കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ല എന്നൊക്കെ ഞങ്ങളും പറയലുണ്ട് കേട്ടോ. പിന്നെയാണിപ്പോൾ ഈ സർജറിക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടർ എക്കോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. നമുക്ക് ബോഡി നല്ല ഹെൽത്താണോ നല്ല ഇതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യും, എക്കോ ടെസ്റ്റൊക്കെ ചെയ്യും. ആ എക്കോ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇങ്ങനെ ലേശം ഒരു ചുരുക്കമുണ്ട് നമ്മളെ ഇവിടുത്തെ രക്തക്കുഴലുകൾക്കൊക്കെ. പിന്നെ അതൊക്കെ അറിഞ്ഞപ്പം പിന്നെ ഭയങ്കര ടെൻഷനായിട്ട് അമ്മയ്ക്ക്, അയ്യോ ഇത്രയും നാളായിട്ട് ഇത് എത്ര ഡോക്ടറെ ഞാൻ കാണിച്ചു എന്നിട്ട് ഇതൊന്നും മനസ്സിലായില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയണേട്ടോ. പിന്നെ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടോ ഡോക്ടർ. പിന്നെ ആ 2 ഡോക്ടർമാരും തമ്മിൽ അന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടോ. നമ്മളെ അമ്മൻ്റെ ഓങ്കോളജീൻ്റെ ഡോക്ടറും പിന്നെ ഈ ഹാർട്ടിൻ്റെ ഡോക്ടറും തമ്മിൽ ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഹാർട്ടിൻ്റെ ഇത് നോക്കണേ നമ്മളെ കാർഡിയോളജി ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, സർജറി കഴിയട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത ചികിത്സ തുടങ്ങാമെന്ന് പറഞ്ഞ്. അതേപോലെ ഓങ്കോളജിയിലെ ഡോക്ടർ കേട്ടോ, സലീം സാറുണ്ട്, ശ്രീലേഷ് സാറുണ്ട്, ഭയങ്കര നല്ല ഡോക്ടർമാരാട്ടോ അവരൊക്കെ. അപ്പോൾ ഒരു പറയും ചെയ്ത് എന്താണ് സർജറി കഴിഞ്ഞിട്ട് നമുക്ക് ഹാർട്ടിൻ്റെത് നോക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ് അമ്മനെ സമാധാനിപ്പിച്ച്. അങ്ങനെ ഇതിൻ്റെ നമ്മളെ ബ്രസ്റ്റിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 6 മാസം ആവാനായി. അപ്പോൾ 6 മാസം കഴിഞ്ഞാലാണ് നമ്മളെ ഹാർട്ടിൻ്റെ ചികിത്സ തുടങ്ങുക എന്ന് പറഞ്ഞിനി. ആ സർജറി ചെയ്ത സ്ഥലമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമൊക്കെ വേണ്ടേ. അപ്പോൾ നമുക്കിനി ഇതാണ് പറയുന്നത്, ഇതിൻ്റെ ഒരു ടെസ്റ്റൊക്കെ ഇനിയിപ്പോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാണ്ട്, ഇനി ഒരു എക്കോവും കൂടി ചെയ്യാണ്ട്, പിന്നെ വേറെ എന്തോ ഒരു ടെസ്റ്റും കൂടി ഉണ്ടാക്കാം. അമ്മൻ്റെ ഫയലിലാണ്, ഞാൻ ഓർമ്മയാക്കി പോയി, നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പം അന്ന് ഞാൻ നോക്കി വെച്ചതാണ്. അപ്പോൾ അതും ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മളെ കാർഡിയോളജിയിൽ കാണിക്കാനായിട്ട്. അത് ഫെബ്രുവരി 28-ാം തീയതിയാണ് കാണിക്കാൻ പോകണം. ഇനി ആ ഡോക്ടർ എന്താ പറയാമെന്നും കൂടി അറിയണം കേട്ടോ. അന്ന് ഡോക്ടർ പറഞ്ഞത് ചെറിയൊരു സർജറി വേണമെന്നൊക്കെയാണ് അന്നും ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുകയാണെ എന്താ പറയുക, ഡോക്ടർ മരുന്നൊക്കെ എഴുതി തന്നിട്ട് മരുന്നാലെ മാറുന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഡോക്ടറെ വായിന്ന് അങ്ങനത്തെ ഒരു മറുപടി ഇനി കേൾക്കണം പോയാൽ എന്നുള്ളത്. പിന്നെന്താണെന്ന് വെച്ചാൽ ഡോക്ടർ പറയുന്നത് ഇത് ഒരുപാട് വർഷമായി, പക്ഷെ അമ്മയ്ക്ക് മനസ്സിലാവായിട്ടാണ് എന്നാണ് ഡോക്ടർ പറയുന്നത് കേട്ടോ. അമ്മയ്ക്ക് അത് പിടികിട്ടിയിട്ടില്ല. പിന്നെ കാണിച്ച ഡോക്ടർമാർക്ക് ആർക്കും പിടികിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്കും സത്യം നമുക്ക് അതിനുള്ള ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറയുന്നത് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി, അമ്മയ്ക്ക് അതിൻ്റെ അസ്വസ്ഥതകൾ വരുന്നത് ഇപ്പോഴാണ് എന്ന് പറഞ്ഞ്. ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ അസ്വസ്ഥതകൾ. അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പം അന്നൊക്കെ അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അമ്മയ്ക്ക് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. അമ്മ പറയും വരുന്നോടത്ത് വെച്ച് കാണാം, എന്താ അപ്പം ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിന്നിട്ട് ഇങ്ങനെ അമ്മ പറയട്ടോ. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ സംഭവങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ വരിക അല്ലേ. ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ, അങ്ങനെ പറയല്ല. ഒരു ക്യാൻസർ കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിലേക്ക് വരുന്ന ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, വിചാരിക്കാത്ത കാര്യങ്ങളാണ് വരിക എന്നുള്ളത്. അതൊക്കെ അറിഞ്ഞ സമയത്ത് നമുക്ക് ഭയങ്കര സ്തംഭനേനി കേട്ടോ. സ്തംഭനം എന്ന് പറയുന്നത് എന്താ പറയുമ്പോൾ ആകെ ഇല്ലാണ്ടായ ആ ഒരു സമയം കേട്ടോ. നമുക്ക് ടെൻഷനാണ്, ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു സംഭവം കേൾക്കണത്. അപ്പോൾ അന്തം വിട്ടു പോകും. കേൾക്കുകയല്ല കേട്ടോ, നമുക്ക് നമ്മളെ കുടുംബത്തിൽ കേൾക്കണതാട്ടോ പറയാം. മുന്നേ ഒരുപാട് ആൾക്കാർക്ക് കേട്ടണം, അതിലൊക്കെ സങ്കടം ഉണ്ടാവലുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമം കേട്ടോ. അത് നമ്മളെ ജീവിതത്തിലും കൂടി വന്നപ്പം ആകെ തളർന്നു പോയൊരവസ്ഥ. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലേക്ക് എന്നും ഇങ്ങനെ പണിക്കൊക്കെ പോയി നമ്മൾക്കൊരു എന്താ പറയുക, അമ്മയും പണിക്ക് പോവും, ചേട്ടനും പോവും, അങ്ങനെയൊക്കെയാണല്ലോ നമ്മളെ ജീവിതങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നു പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് തളർന്നു പോയി. അതന്നെ പറയാം, വീണ്ടും അതന്നെ പറയാം.
ഇപ്പം അതാ അമ്മ 2 മാസമായിട്ട് അമ്മ പണിക്ക് പോകുന്നുണ്ട് കേട്ടോ. ആഴ്ചയിൽ 2-3 ദിവസം പണിക്ക് പോകും. അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് പണിക്ക് പോകണം, വീട്ടിലിരുന്നാൽ തടി കൂടും, നമ്മൾ കൊഴുപ്പൊക്കെ ശരീരത്തിൽ അടിഞ്ഞു കൂടും, അങ്ങനെ പാടില്ല, നിങ്ങൾ പണിക്ക് പോയിക്കോന്ന് ഡോക്ടർ അമ്മനെ സർജറി ചെയ്ത ഡോക്ടറും പറഞ്ഞ്, റേഡിയേഷൻ ചെയ്ത ഡോക്ടറും പറഞ്ഞ്, കീമോ ചെയ്ത ഡോക്ടറും പറഞ്ഞിട്ട് അമ്മനോട് പണിക്ക് പോയിക്കോളാൻ. അപ്പോൾ ഡോക്ടർമാരുടെ ബലത്തിലാണ് അമ്മ പോണത്. അത് ആഴ്ചയിൽ 2-3 ദിവസമേ അമ്മ പോകുള്ളൂ കേട്ടോ, തുടർച്ചയായിട്ടൊന്നും പോകലില്ല. അമ്മയ്ക്ക് കൈയിൻ്റെ അവിടെ വേദനയാണ്, കാരണം ഇവിടുത്തെ മസിലുകളൊക്കെ എടുത്ത് ഒഴിവാക്കിയതാണ് കൈയിൻ്റെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ മസിലുകളൊന്നും ഇല്ല. അപ്പോൾ അമ്മയ്ക്ക് അതിൻ്റേതായിട്ടുള്ള നല്ല വേദന ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടുന്നാലെങ്ങനെ അങ്ങോട്ട് സർജറി ചെയ്തുകൊണ്ടേ, കൈയിൻ്റെ ഇവിടെ ഇല്ല, കക്ഷത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് സർജറി ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് അവിടെ നല്ല വേദനയാണ്. അപ്പോൾ ആ മസിലുകളില്ലാത്തതുകൊണ്ട് നമ്മളെ കൈ അവിടെ സർജറി ചെയ്തോടത്തൊക്കെ നീര് വന്നാൽ ആ നീരിനെ ഒഴിവാക്കാൻ മസിലുകളാണ് ഒഴിവാക്കുക എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. മസിലുകളാണ് അവിടെ പ്രവർത്തിക്കുക. അപ്പോൾ ഇപ്പം ആ മസിലുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അമ്മയ്ക്ക് അവിടെ വേദന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ കേട്ടപ്പം പിന്നെ നമുക്ക് സമാധാനമായി, കാരണം ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കൊരു കാര്യം അറിയൂലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ട് അറിഞ്ഞ് ഇപ്പം ഇനി മുന്നോട്ട് പോകണം, കാർഡിയോളജിയിലെ ചികിത്സയായിട്ട് ഇനി മുന്നോട്ട് പോകണം. അതിനി എന്താ ഏതാന്നൊക്കെ ഡോക്ടർക്കേ അറിയുള്ളൂ, നമുക്കൊന്നും അറിയില്ല. അതിനുള്ള മരുന്ന് നമ്മൾ അതിൻ്റെ ഇടയിൽ കുടിക്കുന്നുണ്ട് കേട്ടോ. അത് പ്രഷറിന് മാത്രമായിട്ടാണ് ഗുളിക ഉള്ളത്. അപ്പോൾ ഈ ഒരു മരുന്ന് കുടിക്കണോണ്ടാന്ന് തോന്നുന്നുണ്ട്, വേറെ ഗുളികയൊന്നും ഡോക്ടർ എഴുതിയിട്ടില്ല. ഇനി കാർഡിയോളജിൻ്റെ ഡോക്ടർ പ്രഷറിൻ്റെ ഗുളിക സ്ഥിരമായിട്ട് കുടിക്കാൻ പറഞ്ഞ് അതമ്മ സ്ഥിരമായിട്ട് കുടിക്കലുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇനിയും പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളെ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നതും എല്ലാവരെയും നിന്ന് ഒറ്റപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. നമുക്കൊരു അസുഖം വന്നാൽ മനസ്സിലാക്കാം നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ടാവും, ആരൊക്കെ ഉണ്ടാവില്ല, ആരൊക്കെ ഒഴിവാക്കും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആരെയും വലിയ വലിയ രോഗങ്ങളൊന്നും തന്ന് ദൈവം കഷ്ടപ്പെടുത്താതിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാനുള്ള അവസരമൊക്കെ ദൈവം തരട്ടെ. അതുപോലെ ഇനിയൊരു മാറാ രോഗങ്ങളൊന്നും തന്ന ഒരു കുടുംബത്തിനെയും ദൈവം കണ്ണീരിലാഴ്ത്തരുത്. സത്യമായിട്ടും അതുതന്നെയുള്ളൂ കേട്ടോ പ്രാർത്ഥന. കാരണം ഒരിക്കലും അതിജീവിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഞങ്ങളെ ജീവിതത്തിൽ വന്നത്. അത് ദൈവത്തിൻ്റെ ഒരൊറ്റ കാരുണ്യം കൊണ്ടാട്ടോ. സത്യം ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എനിക്ക് അതിനുള്ള ഒരു ഇതൊക്കെ എനിക്ക് സാധിച്ചു തന്ന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ എന്നും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ നടക്കും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അമ്മയ്ക്കിപ്പം കുറേ മാറ്റങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷമായതും സമാധാനമായതും. ഇപ്പം ഞങ്ങൾക്കിതാ വലിയ ടെൻഷനൊന്നുമില്ല. എന്നാലും അടുത്ത കാർഡിയോളജീൻ്റെ ആ ചികിത്സ ആരംഭിക്കുമ്പോൾ എന്താ പറയുക എന്നുള്ള ഒരു ഇതുണ്ട്. എന്നാലും ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല. വരാനുള്ളത് നമുക്ക് ഏത് വഴിക്കും വണ്ടി പിടിച്ച് വരും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വെച്ചിട്ട് ഒരു കുഞ്ഞു വിശേഷങ്ങളും നല്ല ഇത് നമ്മളെ ജീവിത സാഹചര്യങ്ങൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അമ്മയും കൂടി ഉള്ള ദിവസം ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണേ. ഇന്നലെ ആശുപത്രി പോയി വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ക്ഷീണം കൊണ്ട് വയ്യ കേട്ടോ. അമ്മയ്ക്കും വയ്യ എനിക്കും വയ്യ. ബസ്സിലൊക്കെ പോയിട്ടേ, ഞങ്ങൾ ബസ്സിലാണ് പോവൽ. അപ്പോൾ അമ്മയ്ക്ക് ആരെങ്കിലുമൊക്കെ സീറ്റ് നീച്ചു കൊടുക്കും, ഞാനും നിന്നങ്ങനെ ആടുക ചെയ്യുക. അങ്ങനെ സീറ്റൊന്നും കിട്ടില്ല. അപ്പം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം. അപ്പം ഞാൻ ഇന്നലെ വീഡിയോ എടുത്തില്ല. അപ്പം അമ്മ പറഞ്ഞ് ഈ അണ്ട് ഒഴുപോലെ നാളെ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ വന്ന പാടെ സ്പോട്ടിൽ കിടന്ന് കുറച്ച് ഉറങ്ങിയതാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്താ ഒന്നും അറിയില്ല. ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, നമ്മളെ കാര്യങ്ങളൊന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആർക്കും ഇഷ്ടമാവില്ല എന്ന് എനിക്കറിയാം, എന്തായാലും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഇത്രയുള്ള വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇത് എന്താ പറയുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.